നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു.
പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമിത്ര അഗാധം പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്തം ജനിക്കും മുൻപേ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ ഒരു വാക്കുനാവിൽ വിരിയും മുൻപേ അതുപോലും അറിവൂ നീയൊരുവൻ ചിന്തകൾ പണ്ടേ നീ അറിയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ അവരുടെ ഇടയിൽ വസിക്കുന്നതിന് അവർ എനിക്ക് ഒരു കൂടാരം സജ്ജമാക്കണമെന്ന്. ദേവാലയത്തെ പറ്റിയുള്ള ഒരു ചിന്തകളാണ്. ഭയമില്ലാതെ ഏതു സമയത്തും ചെന്നു ചേരുവാനുള്ള ഒരു സ്ഥലം എന്ന് ദേവാലയത്തെ പറ്റി ഒരു വിശേഷണമുണ്ട്. അവിടെ അഭയം കണ്ടെത്തുന്നവൻ പിന്നീട് ഭയക്കുന്നില്ല. കാരണം അവിടെ അവൻ ദൈവ സാന്നിധ്യം അറിയുന്നു, ദൈവത്തിൽ ആശ്രയം ആകുന്നു, ദൈവം അവന് അഭയമായി മാറുന്നു. പിന്നീട് അവൻ ഭയപ്പെടുകയില്ല. ഇതാണ് ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ ചിന്തിപ്പിക്കേണ്ടതും ധ്യാനിപ്പിക്കേണ്ടതും. ഭയമില്ലാതെ അഭയം നൽകുന്ന ദേവാലയം. കാൻഡിൽസ് ഓഫ് മറഡോണ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ ഒരു തിരിക്കച്ചവടക്കാരൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ചെറിയ പൊട്ടിയ തിരികൾ ആർക്കും വേണ്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ മനുഷ്യൻ മഡോണയുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് തിരികൾ കത്തിച്ചു വയ്ക്കുകയാണ്. അവിടെയാണ് അവന് ആദ്യമായ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എന്നെ ആരൊക്കെയോ കേൾക്കുന്നു, എന്നെ ആരൊക്കെയോ അഭയം നൽകുന്നു എന്നുള്ളൊരു തോന്നൽ അവന് ലഭിക്കുന്നത് ദേവാലയത്തിലാണ്. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം, ആത്മീയമായ അനുഭൂതി ലഭിക്കുവാനായിട്ട് കഴിഞ്ഞു. അതാണ് ഇങ്ങനെ ഒരു വാചകം ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് സഭയിലുള്ളവരെ പറ്റി: ഐ ആം ബീയിങ് ഇൻ ചർച്ച്, സോ ഐ ആം നോട്ട് ഡിപ്രസ്ഡ്. സഭയിലുള്ളത് കൊണ്ട് ഞാൻ, അല്ലെങ്കിൽ ദേവാലയത്തിലുള്ളത് കൊണ്ട് ഞാൻ നിരാശപ്പെടുകയില്ല എന്ന്. കാരണം നിരാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ വിളിച്ചുണർത്തുന്ന ഒരു സ്ഥലത്ത് നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു നിരാശയെ മറിച്ച് ഒരു ആശ്രയമുണ്ടാകുന്നു, പ്രതീക്ഷയുണ്ടാകുന്നു. ഒരു പുതിയ ജീവിതവും പ്രത്യാശയുമൊക്കെ ലഭിക്കുന്നതും വീണ്ടെടുക്കുന്നതും അവിടെയാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ മധ്യത്തിൽ. എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു സ്ഥലമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുക. അവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ലഭിക്കുന്നു. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തുന്നു.
പള്ളിയിൽ കയറുവാനായിട്ട് സ്ഥലമുണ്ടായാലും എവിടെയാണ് എൻ്റെ സാന്നിധ്യമെന്ന് ഒന്ന് തിരിച്ചറിയുക. എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യത്താൽ മറ്റു പല കാര്യങ്ങളിൽ അഭയം തേടുന്നു. അതൊന്നും ശാശ്വതമാകാതെ വരുന്നു. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരു നിരാശയാണ്. മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ദൈവവുമായിട്ട് ഒരു ആഴമായ ബന്ധം അവിടെ ഉണ്ടാകുന്നു. അഭയം എനിക്ക് ലഭിക്കുന്നു. എനിക്കും സ്വന്തമാണ് ദൈവം എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു മനുഷ്യനെ നന്മയിലേക്കും നീതിയിലേക്കുമൊക്കെ നയിക്കും. അതാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്നുള്ള കർത്താവിൻ്റെ അരുളപ്പാട് നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സാന്നിധ്യത്തെയും ഇങ്ങനെയൊരു ദൈവത്തെയും എനിക്ക് ദേവാലയത്തിൽ വരുമ്പോൾ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ടോ? തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും അത് എൻ്റെ പരാജയമാണ്, എൻ്റെ പോരായ്മയാണ്. ആ പോരായ്മയിൽ നിന്നാണ് ഞാൻ മാറേണ്ടത്. എനിക്ക് അഭയം നൽകുവാനായിട്ട് ദൈവം കാത്തു നിൽക്കുമ്പോൾ, ആ അഭയം എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുമ്പോൾ ഞാൻ മാറുന്നത് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ടാണ്. ഞാൻ ഉയർത്തപ്പെടുന്നത് ഒരു വിശുദ്ധിയിലേക്കാണ്. ഞാൻ യാത്രയാകുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ നിരാശകളും ഇറക്കി വെച്ചുകൊണ്ട് പുതിയൊരു പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ലോകത്താണ്. ആ ഒരു അനുഭവം എനിക്ക് ദൈവം വസിക്കുന്ന ഇടത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരുന്നു. മോശയുടെ ജീവിതത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറയുന്നതും അത് തന്നെയാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. നമ്മുടെ ജീവിതത്തിലെ പല ചെരുപ്പുകൾ നമ്മൾ മാറ്റുമ്പോഴാണ് ഈ ഒരു ആത്മീയമായ അനുഭവം നമുക്ക് ലഭിക്കുക. ഇന്ന് അങ്ങനെ ഒരു അനുഭവം ലഭിച്ച വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായ ദൈവസഹായം പിള്ളയുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ഒരു അക്രൈസ്തവനായ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ തിരുനാൾ. നമ്മൾ വിശ്വാസത്തിലായിരുന്നു കൊണ്ട് ഇങ്ങനെയൊരു നിലകൊള്ളൽ അല്ലെങ്കിൽ ആഴമായ ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ദേവാലയങ്ങൾ തുറന്നിട്ടപ്പോഴും അല്ലെങ്കിൽ ഇത്രയും നാൾ ഉണ്ടായിട്ടുമൊക്കെ നമ്മളതിൻ്റെ വില മനസ്സിലാക്കിയത് അത് നഷ്ടപ്പെടുമ്പോഴാണ് എന്തിൻ്റെയും വില നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഒരു പുതിയ ഉൾക്കാഴ്ച നമുക്കുണ്ടാകട്ടെ. നിക്കോദേമോസുമായിട്ട് കർത്താവിൻ്റെ സംസാരം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വീണ്ടും ജനനം. നമ്മളായിരിക്കുന്ന സ്ഥലത്തിൽ, നമ്മൾ വീട്ടിലിരുന്നാണെങ്കിലും കുർബാന കൂടുമ്പോൾ അവിടെയും ദൈവത്വം വസിക്കുന്നുണ്ട്. ദേവാലയത്തിലിരുന്നു കൊണ്ടാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അതും ദേവാലയമായി മാറുകയാണ്. ദൈവ സാന്നിധ്യമുള്ള എല്ലാ സ്ഥലങ്ങളും ദേവാലയങ്ങളാണ്. നമ്മുടെ ഭവനങ്ങൾ അങ്ങനെയാക്കി നമ്മൾ മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുക. ഒരു വിശേഷണവും കൂടി ദേവാലയത്തെ പറ്റി ഇങ്ങനെയാണ്: ദൈവജനം ആരാധിക്കുവാനും സ്തുതിക്കുവാനും എവിടെയായിരിക്കുന്നുവോ അതിൻ്റെ പേരാണ് ദേവാലയം. അവിടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവും ദൈവമേ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവ്യബലികൾ ഞാൻ അർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഞാൻ ദിവ്യബലി അർപ്പിക്കുമ്പോഴൊക്കെ ഈയൊരു ആത്മീയമായ അനുഭവം, ദൈവ സാന്നിധ്യം എനിക്ക് മനസ്സിലാകുവാനായിട്ട് അനുഗ്രഹം നൽകണമേ. അങ്ങനെ ആ ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഭയമില്ലാതാകുന്നു, നിരാശ ഇല്ലാതാകുന്നു. മറിച്ച് ഒരു പ്രത്യാശയും അഭയവുമായിട്ട് ദൈവം മാറുന്നു. അതാണല്ലോ പൗലോസ് പറയുന്നത്, നിങ്ങളൊക്കെ പരിശുദ്ധ ആത്മാവിൻ്റെ ആലയങ്ങളാണ് എന്ന്. ഒരു ആത്മശോധന നമുക്ക് നടത്താം. ദൈവമേ, എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് അഭയം നൽകുവാനായിട്ട് എന്നും കൂടെയുള്ള ഈ ദൈവത്തെ എനിക്ക് ഈ ബലിയർപ്പണ വേദിയിൽ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു മനസ്സിലാകൽ അനുഭവമില്ല എങ്കിൽ നമ്മൾ ഒന്ന് പരിശോധിക്കുക നമ്മുടെ ജീവിതത്തെ. എങ്ങനെയാണ് എൻ്റെ ആത്മീയതയും ജീവിത ശൈലിയും എന്നൊക്കെ. അവിടെ ഒരു സഹോദരർ മാറി നിന്നുകൊണ്ട്
ഇതൊക്കെ ഇല്ലാതാകുന്നതിന് മുൻപ് തന്നെ ഒരു ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദേവാലയത്തെ ഓർത്ത് ജീവിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഹിന്ദുവായ ഒരു സ്ത്രീ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, അവരെല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ആരാധന ചാപ്പലിൽ എല്ലാ ദിവസവും പോകുമായിരുന്നു. കാരണം ആളുകളൊക്കെ കണ്ടാൽ. പക്ഷെ ഒരു ദിവസം ആ ദേവാലയം, ആ ഒരു ദിവ്യകാരുണ്യ ചാപ്പൽ ഒരു മെയിൻ്റനൻസിന് വേണ്ടി പൂട്ടിയിട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന അവരുടെ ആ ഒരു വിശ്വാസം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജയുളവാക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവമേ, ഈ ഒരു ആഴമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രമാണ് എന്നൊക്കെ ചിന്തിപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു അത്. അങ്ങനെ ഒരു ആത്മീയമായ അനുഭവം എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മശോധനയുടെയും ഒരു റിവിഷൻ്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. ആയതിനാൽ ഇന്ന് ഈ ദേവസഹായം പിള്ളയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ മുൻപിലെ ഒരു വെല്ലുവിളിയും പ്രചോദനവും ഒക്കെ ആയി മാറുവാനായിട്ട്, വിശ്വാസത്തിൽ കുറേ കൂടി ആഴപ്പെടുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് യാചിക്കുകയും ചെയ്യാം. നമ്മളിനി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിലീന ജോസ്, അന്നക്കുട്ടി പാപ്പു, ഔസേബ്, കൃതജ്ഞതയായിട്ട് ജർമീന ഉപകാരസ്മരണയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വീഴ, എൻ്റെ വലിയ വീഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, രക്തസാക്ഷിത്വം വരെ കർത്താവായ ക്രിസ്തുവിനോട് വിശ്വസ്തനായിരിക്കുവാൻ വാഴ്ത്തപ്പെട്ട ദൈവസഹായത്തെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാതൃകയാലും ബാധ്യസ്ഥത്താലും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ വിധേയരും അത് ഏറ്റുപറയുന്നതിൽ ധീരരുമാകുവാൻ വരമരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിലെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയങ്ങളിൽ തെറ്റ് ചെയ്യുന്നു. എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത് പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ.
ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. 40 സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണിത്. എൻ്റെ വഴികളെ ഞാൻ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അല്ലേലൂയ, അല്ലേലൂയ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഇത് പ്രസിദ്ധമാക്കുവാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്നും അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. ബലിവേദിയിൽ നാഥ അണയുന്നു ഞാൻ, ബലിയാകുവാൻ അങ്ങേ സന്നിധിയിൽ. ബലിവേദിയിൽ നാഥ അണയുന്നു ഞാൻ, ബലിയാകുവാൻ അങ്ങേ സന്നിധിയിൽ. കാൽവരിയാഗത്തിൻ ഓർമ്മകൾ വിടരുമ്പോൾ കാഴ്ചയണയ്ക്കാം ഞാൻ സർവം തിരുമുൻപിൽ.
അപ്പവും വീഞ്ഞും ഞാനേകുവാൻ അറിയില്ല യോഗ്യത ഈശോയേ. അവിടുത്തെ തിരുമാംസ രക്തമായി മാറുവാൻ അരുളേണമേ ഭാഗ്യമടിയന്. അവിടുത്തെ തിരുമാംസ രക്തമായി മാറുവാൻ അരുളേണമേ ഭാഗ്യമടിയന്. അരുളേണമേ ഭാഗ്യം അടിയന്. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വാഴ്ത്തപ്പെട്ട ദൈവസഹായത്തെ സകല ശാരീരിക പീഡകളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവർ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ ബാലാകവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരികിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും നിലീന ജോസ്, അന്നക്കുട്ടി പാപ്പു, ഔസേപ്പിനെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിമാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന
കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ആത്മീയ ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, രോഗികളോടും അവശരോടും അങ്ങ് സവിശേഷമായ സ്നേഹവും പരിഗണനയും പ്രകടിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഭയത്തിലാഴ്ത്തിയിരിക്കുന്ന കൊറോണ വൈറസ് ബാധിച്ച ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുകൊള്ളണമേ. ശാരീരികമായും ആത്മീയമായും അവശത അനുഭവിക്കുന്ന അവരെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. അവരെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകവിധമായി സംരക്ഷിക്കുകയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഈ രോഗികൾക്ക് കാവലായിരിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട ദൈവസഹായത്തിൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയും ആക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. രോഗിക്ക് നല്ല വൈദ്യനും തന്റെ അടുക്കൽ അടുത്തു വരുന്നവരോട് ദയ ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, തിരുസന്നിധിയിൽ നിലവിളിക്കുന്ന നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ, ദേശത്ത് ക്ഷാമം, മഹാമാരി, വെൺകതിർ, വിഷമഞ്ഞ്, വെട്ടുക്കിളി എന്നിവയുണ്ടാകുമ്പോൾ, വ്യാധികളും ദീനവും വസന്തയും സംഹാര താണ്ഡവമാടുമ്പോൾ, നിന്റെ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്റെ ജനം പ്രാർത്ഥനയും അഭയയാചനയും
അണയ്ക്കുമ്പോൾ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നീ കേട്ട് ഞങ്ങളോട് മനസ്സലിഞ്ഞ് നിന്റെ ജനത്തോട് കരുണ ചെയ്യാമെന്ന വാഗ്ദത്തം അവിടുന്ന് മറന്നു പോകരുതേ. വിളിപ്പിൻ, ഞാൻ ഉത്തരമരുളാം, മുട്ടുവിൻ, ഞാൻ തുറന്നുതരാം എന്നരുളിയ നല്ല ദൈവമേ, സങ്കടഹൃദയത്തോടെ തിരുമുൻപിൽ സമർപ്പിക്കുന്ന നിന്റെ ജനത്തെ നീ മറന്നു കളയരുതേ. നിന്റെ ഒരു വശത്ത് 1000-ങ്ങളും നിന്റെ വലതുവശത്ത് 10,000-ങ്ങളും വീഴും, എന്നാലോ അവ നിങ്കിലേക്ക് അടുക്കുകയില്ലെന്നരുളിയ നല്ല ദൈവമേ, ദേശമെങ്ങും 10,000-ങ്ങൾ നാശകരമായ കുഴിയിൽ നിന്നും നിലവിളിക്കുമ്പോൾ ദാനിയേലിനെ കുഴിയിൽ നിന്നും യോനയെ കടലിൽ നിന്നും കരകയറ്റിയ നല്ല ദൈവമേ, ലോകരാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഈ മാരക വിപത്തിൽ നിന്നും ലോകത്തെ നീ കാക്കേണമേ. അനേകായിരങ്ങൾ ആകുലതയോടെ തിരുമുമ്പിൽ കേഴുമ്പോൾ, ഓരോ ദിനവും ആശങ്കയിൽ കൊഴിയുമ്പോൾ, തീയാളും വേഗത്തിൽ മഹാമാരി നിന്റെ ജനത്തെ തിന്നൊടുക്കുമ്പോൾ, നാഥ, ഞങ്ങളെ നീ മറന്നു കളയരുതേ. രോഗദുരിതത്താൽ ഒറ്റപ്പെടുന്നവർക്ക് നീ തുണയാകണമേ. പ്രത്യാശയും ധൈര്യവും അവരിൽ നിറയ്ക്കണമേ. പരിശോധനയിൽ കഴിയുന്നവർക്ക് നീ സൗഖ്യം പകരണമേ. ജീവൻ പോലും ത്യജിച്ച് രോഗികളുടെ പരിചരണത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മക്കളെ നീ ശക്തിപ്പെടുത്തണമേ. രോഗത്തിന്റെ ഭീതിയെ അകറ്റി പ്രത്യാശയും ധൈര്യവും ഞങ്ങളെ അണിയിക്കണമേ. കർത്താവേ, തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈ ജനത്തെ. നല്ല നീ തണ്യവർണ്ണേ, കരുണ ചെയ്യണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും എന്നേക്കും ഞങ്ങളെ മറക്കാതെ രക്ഷിച്ചു കൊള്ളേണമേ.